ചെന്നിരുന്ന് പഠിക്കൂട്ടോ. എപ്പ നോക്കിയാലും അവളുടെ ഒരു കളി. ഇന്നും തുടങ്ങിയിട്ടുണ്ട് കൊച്ചും തള്ളയും കൂടിയുള്ള അംഗം വെട്ട്. ആഹാ, അമ്മ പഠിക്കാൻ വിളിച്ചപ്പോ ഓടി രക്ഷപ്പെടുകയല്ലേ. പഠിത്തം, ഈ പഠിത്തം പോലത്തെ ഒരു ബോറ് പരിപാടി. ആട്ടെ, സുന്ദരമാൻ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോന്നോ? മോളെ പോലെ ഒരു ക്ലാസ്സിൽ ഒരു വർഷമൊന്നുമില്ല, ഓരോ ക്ലാസ്സിലും 3-4 വർഷം ഇരുന്നാ മാമൻ പഠിച്ചത്. മാമന് നല്ല ബുദ്ധി കാണുമല്ലേ? പിന്നെ കുറച്ച് ഹൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മാമൻ സുരേഷ് ഗോപിനെ പോലെ കമ്മീഷണർ ആയേനെ. അത് ശരി. പഠിക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഒന്ന് സുന്ദരന്റെ പുളിവടിയും കേട്ട് നിൽക്കുക. ചെറിയച്ഛനില്ലാത്തോണ്ട് ട്യൂഷൻ പോലും ഇല്ല. വല്ലതും കഴിച്ചിട്ട് പോയിരുന്നു പഠിക്കാൻ നോക്കണേ. നാശിച്ച മീറ്റിംഗ് കാരണം ഇന്നത്തെ പത്രം വായിക്കാനും പറ്റിയില്ല. ഉഷേ, ഇന്നത്തെ പത്രം ഇവിടെ? കുട്ടേട്ടന്റെ എഴുത്തുമുറി കാണു വെച്ചാ ഞാൻ എടുത്തുതരാം. വേണ്ട, നീ മോക്ക് ആഹാരം കൊടുക്ക്, ഞാൻ പോയി എടുത്തോളാം. ആരായി 3 താടിക്കാര്? അവന്റെ കുടുംബത്തിലെ കാരണവന്മാരായിരിക്കും. കണ്ണിച്ചോരയില്ലാത്ത ലാഭക്കൊതിയനാണ് നിങ്ങൾ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കുബേര ജന്മം. മരുമകനെ മാനം കെടുത്താൻ മനക്കോട്ട കെട്ടി മതിയാവാതെ മുമ്പിൽ വന്നു നിന്ന് മുഖത്ത് നോക്കി മുക്കറിയിരുന്നു. എന്റെ പ്രാണപ്രേയസിയുടെ പ്രിയപ്പെട്ട പിതാവായി പോയി നിങ്ങൾ. അല്ലായിരുന്നെങ്കിൽ ഇരിക്കുന്ന കസേരയുടെ കാലിളക്ക് ഞാൻ കടലിലെറിഞ്ഞേനെ. മരുമകനെ, അമ്മായിയപ്പ, മരുമകനെ, ആ വിളി ഇനി എനിക്ക് കേൾക്കണ്ട. മനസാക്ഷി തൊട്ടു തിന്നിട്ടില്ലാത്ത മൃഗമാണ് നിങ്ങൾ. മാന്യതയുടെയും മുഖംമൂടി മാലോകർക്ക് മുമ്പിൽ വലിച്ചു കീറിയിട്ട് നിങ്ങളുടെ മകളെ കൊണ്ട് ഞാൻ മലയിറങ്ങും. ഇത് സത്യം, സത്യം, സത്യം. കണ്ടോടി, ഇത് മുഖത്തു നോക്കി മിണ്ടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അമ്മായിയപ്പനെ വെള്ളരി നാടകം കളിച്ച് നാറ്റിക്കാനാ തെണ്ടിയുടെ പുറപ്പാട്. അവരിത് കളിക്കുന്ന എനിക്കൊന്ന് കാണണം. നോക്കി പേടിപ്പിക്കണ്ട. ഈ എഴുതി കൂട്ടിയ കടലാസ് മാത്രമല്ല, ഈ മുറി തന്നെ ഞാൻ ഒഴിപ്പിക്കാൻ പോവാ. എന്തിനാ മുറി മാത്രമാക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ പോവാ. നീ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. നീ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോവാൻ? നിന്റെ വീട്ടിലേക്കോ? അയ്യോ, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഇഷ്ടത്തിന് അടക്കാനല്ല, നാട്ടിലില്ലാത്ത വില കൊടുത്ത് പോത്തിനെ വാങ്ങിയ പോലെ നിന്നെ വാങ്ങിയത്. എന്റെ ഒരേ ഒരു മോൾ എന്റെ കൺവെട്ടത്ത് തന്നെ സുഖമായി ജീവിക്കുന്ന കാണാനാ. നിങ്ങളുടെ കൺവെട്ടത്തുനിന്ന് പോയാലേ ഇവൾക്ക് സുഖം കിട്ടൂ. എങ്കിലോ? അത് ഇവള് പറയട്ടെ. മോളെ ഉഷേ, നിനക്ക് ഇവൻ വേണോ അച്ഛൻ വേണോ? പറഞ്ഞു മോളെ, ഇവിടെ വെച്ച് പറയും. ആരെ വേണം? പറഞ്ഞു കൊടുക്കുഷേ, തൃപ്തിയാവട്ടെ. എനിക്ക് എന്റെ അച്ഛൻ മതി. കേട്ടല്ലോ കേട്ടല്ലോ, നീ അവൾക്ക് ആരുമല്ല ഒന്നുമല്ല. വട്ടപൂജ്യം വട്ടപൂജ്യം. അവൾ അച്ഛന്റെ മോളാ. അതെ, പക്ഷെ അച്ഛാ, ഇത് തന്നെയാ ഉണ്ണിമോളും പറയുന്നത്. അവൾ അച്ഛന്റെ മോളാണെന്ന്. അപ്പൊ പിന്നെ മോൾ അച്ഛന്റെ കൂടെ പോയാ എനിക്കും അവരുടെ കൂടെ പോകാതിരിക്കാൻ പറ്റുമോ? അതിന് ഉണ്ണിമോൾ ആരുടെങ്കിലും കൂടെ പോയാലല്ലേ? അവള് കൊച്ചു കുഞ്ഞാ. ഈ പ്രായത്തിൽ അമ്മയോടൊപ്പം അവള് ജീവിക്കേണ്ടത്. അല്ലേലും നാടകം കളിച്ച് കിടക്കുന്ന ഇവരെവിടെ കുഞ്ഞിനെ നോക്കാൻ സമയം? എനിക്ക് സമയമില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ നോക്കാൻ എന്റെ ഭാര്യയുണ്ട്. അപ്പൂപ്പന്റെ സ്ഥാനത്ത് നിന്നാ മതി. അപ്പൂപ്പൻ നിന്റെ അപ്പൂപ്പനെ എന്നെ കൊണ്ട് പറയിക്കും. ഓ, പറഞ്ഞാ ഞാനങ്ങ് ദഹിച്ചു പോകും. അമ്പലത്തിലെ കതിന് ആനയ്ക്ക് പുത്തരിയല്ല. അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കില്ല എന്ന് ഒരു ചൊല്ലുണ്ട്. ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുന്ന ചൊല്ലുണ്ട്. ഇന്നാ മുതലാണ് കൊട. അയ്യോ, ഈ കൊട എന്തോ വെച്ചാ ഇനിയിപ്പോ അർദ്ധരാത്രി ആവുമ്പോ ഇയാൾ എന്തോ പാവം, വല്ലാതെ വിഷമായെന്ന് തോന്നുന്നു. കുട്ടേട്ടാ, ഒന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. അച്ഛനു വേണ്ടി ഞാൻ കുട്ടേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. സങ്കടപ്പെടാതെ. ഞാനില്ല ഏട്ടന്റെ കൂടെ. ആകെ നശിപ്പിച്ചു. ഒരു മൂഡിലെത്തിയതായിരുന്നു. എന്താ ഉഷ നിനക്ക് വേണ്ടത്? അല്ല, ഞാൻ കരുതി ഏട്ടൻ അച്ഛൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് വിഷമിച്ച് നിൽക്കുവാണെന്ന്. ആര്? ഞാനോ? എന്റെ ഉഷയെ ലാഭം ലംബോനം പിള്ളേ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയാണോ? അങ്ങേര് പറയുന്നത് കേട്ട് വിഷമിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്തനായിരുന്നല്ലോ. പിന്നെ ഏട്ടൻ എന്തിനാ ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിന്നേ? ഞാൻ എന്റെ നാടകത്തിന്റെ ക്ലൈമാക്സ് ആലോചിക്കായിരുന്നു. നല്ലൊരു ടേണിംഗ് പോയിന്റ് കിട്ടിയതാ. അപ്പോഴാണ് നീ വന്ന് വിളിച്ചത്. അപ്പൊ അച്ഛൻ പറയുന്നതിൽ തെറ്റില്ല. കുട്ടേട്ടൻ പിന്നെ നാടകത്തിന്റെ പിന്നാലെ പോവല്ലേ? എന്റെ ഉഷേ, നിന്റെ അച്ഛന്റെ കരാള ഹസ്തങ്ങളിൽ അമർന്നു ജീവിക്കുന്ന എനിക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് എന്റെ കലാപരമായ വാസനകളെ ഉണർത്തുമ്പോൾ മാത്രമാണ്. അതും കൂടി ഇല്ലെങ്കിൽ ഈ ഞാൻ പിന്നെ മരവിച്ച ഒരു മനുഷ്യരൂപം മാത്രമായി പോകും. അപ്പൊ ഞാനും മോളും ഏട്ടന് ഒരു സന്തോഷം തരുന്നില്ല അല്ലേ? ഞാൻ കരുതിയത് ഞങ്ങളെ ഓർത്തിട്ടാ ഏട്ടൻ എല്ലാം സഹിക്കുന്നേന്ന്. അതെന്ത് പറച്ചില്ല ഉഷേ? ഞാൻ ജീവിക്കുന്ന പോലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ. ഞാൻ മാത്രമല്ല, എന്റെ ഉള്ളിലെ കലാകാരനും നിങ്ങളെ ജീവനാണ്. ഇനി എന്റെ കലാപരമായ പ്രവർത്തനങ്ങളെ നിന്റെ അച്ഛനെ പോലെ നിനക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ എന്റെ ആത്മാവിനെ തന്നെ ഞാൻ പറിച്ചെറിഞ്ഞുകൊള്ളാം ഉഷേ, പറിച്ചെറിഞ്ഞുകൊള്ളാം. പക്ഷേ എന്നിലെ ജീവാത്മാവും പരമാത്മാവും നഷ്ടപ്പെട്ട്
ഞാൻ ഒരു യന്ത്രമായി മാറുന്നത് നീയും കാണേണ്ടി വരും. അതാണ് നിനക്കിഷ്ടമെങ്കിൽ. വേണ്ട, എനിക്ക് കലാകാരനായ ഓമനക്കുട്ടേട്ടനെ തന്നെയാ ഇഷ്ടം. പിന്നെ ഞാനിതൊക്കെ പറയുന്നത് അച്ഛനെ ഓർത്തിട്ടാ. അയാളോട് പോയി പണി നോക്കാൻ പറ. നമ്മുടെ ജീവിതം നമ്മുടെ സൗകര്യം പോലെ ജീവിച്ച് തീർക്കും. അതിൽ ലാഭം ഉണ്ടാക്കാൻ ലംബോദരമുള്ള ശ്രമിക്കണ്ട. നീ നോക്കിക്കോ ഉഷേ, ഇത്തവണത്തെ നാടകം ഒരു സംഭവമായിരിക്കും. ഈ നാടകം കഴിയുമ്പോൾ നിന്റെ തന്തപ്പടി അപസ്മാര രോഗിയെ പോലെ ഉറഞ്ഞു തുള്ളും. നീ കിടന്നു. പുലരുന്നതിന് മുമ്പ് ഞാനതൊന്ന് എഴുതി തീർത്തോട്ടെ. ഇന്നിനി എഴുതാനൊന്നും പോണ്ട, ഏട്ടൻ ഇങ്ങോട്ടൊന്ന് കിടന്നേ. അയ്യേ, ഉള്ളിൽ ക്ലൈമാക്സ് കിടന്ന് തിളയ്ക്കുമ്പോ എനിക്ക് വേറൊന്നും തോന്നില്ല ഉഷേ. അയ്യേ, വേറൊന്നിനും അല്ല, നമുക്ക് മോളുടെ അപ്പുറത്തും ഇപ്പുറത്തും വെറുതെ അങ്ങ് കിടക്കാന്നേ. അയ്യേ, അതിനാണോ? അത് നമുക്ക് എപ്പ വേണമെങ്കിലും കിടന്നൂടെ? ഇപ്പൊ നീ മോളെ കെട്ടിപ്പിടിച്ച് കിടക്ക്. ഞാൻ എന്റെ ക്ലൈമാക്സും കെട്ടിപ്പിടിച്ച് എഴുത്തുമുറിയിലുണ്ടാവും. ഗുഡ് നൈറ്റ്. ഞാൻ എന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ മേഖല സിനിമയാണെങ്കിലും ഞാൻ എഴുതുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ നിങ്ങളാണ്. എന്നെ അനുഗ്രഹിക്കണം. ആ ലാഭം ലംബോദരമുള്ള ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സിനിമയിലേക്ക് കടന്നു വരാനാകില്ല. എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്നവനാണ് ഞാൻ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കതിന് കഴിയും. എന്നാ ഞാൻ എന്റെ ക്ലൈമാക്സിലേക്ക് കടക്കട്ടെ. കൂടെ ഉണ്ടാവണേ. കാമിനി നിൻ കാന്തി ആവോളം ഞാൻ മോന്തി സ്നേഹത്താൽ നീ മാന്തി എൻ ഹൃദയം നീന്തി. ഈ അമ്മയെ കാണുന്നില്ലല്ലോ. എനിക്ക് ധൃതിയില്ല കുട്ടി. അല്ല, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. പിന്നെ എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓ, ഇത് പാട്ടായിരുന്നോ? ഇതെന്റെ പഴയ നാടകത്തിലുള്ള ഗാനമാണ്. ഇപ്പൊ നമ്മുടെ നാടകത്തിൽ ഞാൻ എഴുതുന്ന 3 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ട്. പാട്ട് എഴുതുന്നതിന് മുമ്പ് സൂപ്പർ ഹിറ്റ് ആയോ? ഹിറ്റ് ആവും. എന്റെ സങ്കല്പത്തിലുള്ള കഥാപാത്രത്തിന്റെ അതേ രൂപത്തിലുള്ള നായിക എനിക്ക് കിട്ടിയില്ലേ? അതിന് നാടകം എഴുതി സംവിധാനം ചെയ്തത് ഓമനക്കുട്ട സാറല്ലേ? അതെ, എഴുതുന്നത് ഓമനക്കുട്ടനാണ്, പക്ഷെ വെട്ടിത്തിരുത്തുന്നത് ഞാനാണ്. അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്. ഈ പപ്പൻ പ്ലാവില എന്നുള്ള കവി ഇല്ലെങ്കിൽ ഓമനക്കുട്ടൻ വെറും പൂജ്യമാണ്. അവന്റെ പേരിലെ ഇനിഷ്യൽ പോലെ തന്നെ വട്ടപൂജ്യ. അയ്യോ, സാറ് വന്നിട്ട് ഒത്തിരി നേരമായോ? കുറച്ചു നേരമായി, പക്ഷെ ഒട്ടും ബോറടിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ ഓരോ കൊച്ചു വർത്തമാനവും പറഞ്ഞു. ഇവിടെ ചാണകം അറിയിട്ട് ഇരിക്കാൻ മേലെന്നാ എല്ലാരും പറയുന്നത്. എനിക്ക് തോന്നിയില്ല. നീ സാറിന് ചായ കൊടുത്തോ? പോയി എടുത്തു കൊടുക്കണേ. പാല് കൂട്ടി എടുത്തോളൂ. പോയി സാറേ, ഇതൊന്ന് ഇറക്കി വെക്കാൻ സഹായിക്കും. ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? ഈ ചാണകം ഇറക്കി കൊടുക്കുന്നത് എനിക്ക് ഇവിടുത്തെ പശുക്കൾക്കൊക്കെ വയറിളക്കാന്നാ തോന്നണേ. ചാണകത്തിനൊക്കെ ഒരു പൊട്ട നാറ്റം. അയ്യോ, എന്ത് പറ്റി? മുഖത്ത് ചാണകം. ഞാൻ തുടച്ചുതരാം സാറേ. ഗോചാണകം ഔഷധമാണെന്ന്. അതൊക്കെ പണ്ടാ സാറേ. ഇപ്പൊ എന്തോ സൾഫാൻ അടിച്ച പാടത്തെ പുല്ല പശുക്കളൊക്കെ തിന്നണേ. പാലിന് വരെ വിഷം കാണും. ചായ. എനിക്കിത് വേണ്ട. എന്താ, എന്തോ സൾഫാന് പേടിച്ചിട്ടാ? അതുകൊണ്ടല്ല. ഈ പാലെന്നൊക്കെ പറയുമ്പോ കൊളസ്ട്രോൾ അല്ലേ, അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ കട്ടൻ ചായ കുടിക്കാൻ തീരുമാനിച്ചു. അമ്മേ, ഇനി വന്ന കാര്യം പറയാം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് റിഹേഴ്സൽ. രാത്രി ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് അന്ന് തിരിച്ചു വരാൻ പറ്റില്ല. അയ്യോ, പേടിക്കണ്ട. എല്ലാ വർഷവും നടികൾക്കുള്ള താമസവും ഭക്ഷണവും എന്റെ വീട്ടിലാ. അവിടെ നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അതല്ല സാറേ, ഇവിടെ പശുക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ രാത്രി തങ്ങന്നൊക്കെ പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ അമ്മ പശുവിനെ നോക്കിക്കോളൂ, ഞാൻ മോളെ നോക്കിക്കോളാം. അത് തിരിച്ചായാലോ? ഓക്കെ, ഞാൻ പശുവിനെ സോറി, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സഹോദരനെ പോലെ. ഞാൻ ശനിയാഴ്ച ഉച്ചയോടെ അവിടെ വരണം, അന്ന് അവിടെ തങ്ങണം, അത്രയല്ലേ ഉള്ളൂ? അതെ. അതിനു വേണ്ടി മാത്രമായിട്ട് എനിക്കൊരു സഹോദരൻ ആവശ്യമൊന്നുമില്ല. ഞാൻ വന്നോളാം. ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓഹോ, ഇനി ആ നാടകം തീരുന്നവരെ ഇതുപോലെ എത്ര വായി നോക്കിയാലും സഹിക്കേണ്ടി വരുമോ? അയ്യപ്പാസിന് മമ്മൂട്ടിയുടെ കുട്ടിസ്രാക്ക് വന്നു. അപ്പൊ ഇന്ന് തന്നെ കാണണമല്ലോ. അടിപൊളിയായി. ലാലേട്ടന്റെ ആളായിരുന്നല്ലോടാ സുന്ദര. ഓ, ഞാൻ ലാലേട്ടനൊക്കെ വിട്ടുമോ? അതെന്താ? രാവിലെ TV തുറന്ന അങ്ങേര് പറയും ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി, എല്ലാവരും പോയി സ്വർണം വാങ്ങാൻ. അത് കേട്ട് ഞാൻ മുതലാളിയുടെ കോളാമ്പി പിടിച്ച് കിട്ടിയ കാശും കൊണ്ടുപോയി കുറച്ച് സ്വർണം വാങ്ങിച്ചു. ഉച്ചയപ്പം മൂപ്പര് പറയാ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്, കടപ്പുറത്തോണ്ടേ പണയം വെക്കാൻ. ലാലേട്ടൻ പറഞ്ഞതല്ലേ എന്നോർത്ത് ഞാനത് കടപ്പുറത്തോണ്ട് ഇത് പണയം വെച്ചു. വീട്ടിലെത്തേണ്ട താമസം ദേ നിൽക്കുന്ന TV ലാലേട്ടൻ. വൈകിട്ട് എന്താ പരിപാടി, നാളെ അടിച്ചൂടെ എന്ന് ചോദിച്ചു. ഓയമ്മ, എന്റെ കംപ്ലീറ്റ് കാശ് ഷാപ്പിൽ മുതലാളുടെ കയ്യിൽ നിന്ന് മോന്തൊക്കെ കിട്ടുകയും ചെയ്തു. പറഞ്ഞിട്ട് എന്താ കാര്യം? ചായ. അപ്പൊ ആദ്യം വന്നിരുന്ന എനിക്കില്ലേ ചായ? ഞാൻ നടന്നു വന്നോട്ടാണോ?
എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കാറും വിളിച്ചോണ്ട് വരാം. നീ എങ്ങനെ വന്നാലും നീ അല്ലാതാവോ സുന്ദര? ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. നീ അത് നടത്തുകയും നിനക്കതിന് കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. എളിക്കാതെ എനിക്ക് ചായ തരുന്നുണ്ടോ അതോ ഞാൻ പോണോ? നീ ഒന്ന് ഇരിക്കും സുന്ദര, നിനക്ക് ഞാൻ ചായ തരാം. ഓമനക്കുട്ടി സാർ എന്നും രാവിലെ ഇവിടെ നിന്നാണോ ചായ കുടിക്കുന്നത്? ദിവസവും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിച്ച് ബാങ്കിലോട്ട് എന്ന ഒരു പ്രത്യേക ഉഷാറ. അല്ലാതെ ഭാര്യ വീട്ടിൽ നിന്ന് ചായ വെച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ല അല്ലേ സാറേ? എന്തോ നീ വന്നത് ചായ പിടിക്കാനാണോ? അല്ല, ചാരായം കുടിക്കാൻ. അങ്ങോട്ട് നീങ്ങിരിക്കടാ. അവന്റെ ശൃംഗാരം. ഉമ്മ ഒരു കടി എടുക്കുന്നേ. മുംബൈയിൽ നിന്നൊരു റോക്കറ്റ് കൂടി വിക്ഷേപിക്കാൻ സാധ്യത. എന്റെ കടിയും പോയി. അവനും പോയി. വരട്ടെ.